ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ എന്നും നിലപാടുകളെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം, അത് മുൻ ഗവൺമെൻറ്റുകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടും ജനങ്ങൾക്കൊപ്പമാണ്. അങ്ങനെയാണ് ജനങ്ങളും CPIയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളിൽ എന്നും ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. പറയേണ്ടത് എന്നും അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. തെറ്റുകൾ കണ്ടാൽ അത് മൂടിവെക്കുന്ന സ്വഭാവം CPIക്കില്ല. ആദർശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതും അത്തരം നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ LDF സംവിധാനത്തിൽ, ഭരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നത് CPIയും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറാണ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം CP സന്തോഷ് കുമാർ. എന്തുകൊണ്ട് തോറ്റു? ഇതാണ് എല്ലാവർക്കും വേണ്ട ഉത്തരം. എന്താണ് ഈ തോൽവിക്ക്, ഇത്രയും വലിയ തോൽവിക്ക് കാരണം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ഏറെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയായിരുന്നു LDFൻ്റെ പ്രതീക്ഷ. അതല്ലാതെ പുറകോട്ട് പോകാനുള്ള സാഹചര്യം കേരളത്തിലില്ല. പക്ഷേ പുറകോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് CPIയും അതുപോലെ തന്നെ LDFും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി യോഗങ്ങളും LDF യോഗങ്ങളും ആ പ്രശ്നങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധങ്ങളോടെ തന്നെയാണ് പരിശോധിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇവിടുത്തെ നയങ്ങളും രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള അവരുടെ ഇടപെടലുകൾ, അതിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നും LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ള ജനവിധി അത് പഠിക്കണം, പരിശോധിക്കണം, തിരുത്തണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ അഭിപ്രായം. LDFൻ്റെ നേതാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ BJPയും അതുപോലെ തന്നെ UDFും ഭയക്കും. അതിലേറെ കോർപ്പറേറ്റുകൾ ഭയക്കും. നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റിൻ്റെ കൈകളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ സുഹൃത്തുക്കളെ, വിശ്വസ്തരെ കണ്ടെത്താനുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. LDF എന്നും ജനപക്ഷത്താണ്. ഈ ഗവൺമെൻറ്റിന് അത് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ LDF തുടർ ഭരണത്തിലൂടെ ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ജനങ്ങൾക്ക് എന്തൊക്കെയോ അസംതൃപ്തിയുണ്ട്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പല മേഖലകളിൽ. എന്നാൽ അവർ പറയുന്നത് കേൾക്കണം, അവരാണ് യജമാനന്മാർ. അത് ന്യായമായ കാര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടത് തിരുത്തണം എന്നാണ് CPIയുടെ ഒരു വിലയിരുത്തൽ.
ഏറ്റവും കൂടുതൽ ആളുകളിൽ ഈ സർക്കാരിൻ്റെ സേവന മേഖലകളും ആശ്വാസവും ഈ 10 വർഷത്തിനുള്ളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരാൾക്കും തന്നെ അതിനെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും തോറ്റു. തെക്കൻ മേഖലകളിലാണ് ഒരുപാട് ഭരണസ്ഥാപനങ്ങൾ പോയത്, LDF പുറകോട്ട് പോയത്. കണ്ണൂരിൽ നിന്ന് പറയുമ്പോൾ കണ്ണൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൈവശമുണ്ടായിരുന്ന ചില ഗ്രാമപഞ്ചായത്തുകൾ പോയിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലയിൽ LDF ആണ് വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിലുള്ളത്. 46% വോട്ട് കണ്ണൂർ ജില്ലയിൽ LDFനുണ്ട്. 39% വോട്ട് മാത്രമേ UDFനുള്ളൂ. SIRൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഏറെ ആശങ്കാജനകമാണ്. തീർച്ചയായും പല മേഖലകളിലും പോളിംഗ് ശതമാനം കൂടിയ ഒരു പശ്ചാത്തലമുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ വിരുദ്ധ വികാരം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ വോട്ടവകാശം, അവരുടെ പൗരത്വം, അവർക്ക് കിട്ടേണ്ടുന്ന നീതി, ജനാധിപത്യം മാനിക്കപ്പെടണം എന്നുള്ള ഒരു വികാരം വോട്ടർമാരിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ ബോധപൂർവം UDFും BJPയും ആയുധമാക്കിയിട്ടുണ്ട്. അതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട്. അതുപോലെ തന്നെയുള്ള തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ആ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില മാധ്യമങ്ങളുടെ, ദൃശ്യ പത്രമാധ്യമങ്ങളുടെ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അജണ്ട, അത് LDFനെതിരായിട്ടുള്ള അജണ്ട, വലതുപക്ഷ നയങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ബോധപൂർവമായ ഒരു അജണ്ട ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഒരു ന്യായീകരണമായി ഒരിക്കലും കാണുന്നില്ല. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ എന്നും നിലപാടുകളെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം, അത് ജനങ്ങളൊപ്പം തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് എത്രമാത്രം അവകാശങ്ങൾ സാമ്പത്തികമായി ഉള്ളത് നിഷേധിച്ചാലും പ്രതികൂല സാഹചര്യങ്ങളിലും കടമെടുത്തും സ്വയം വരുമാനം വർദ്ധിപ്പിച്ചും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടാവാം UDFൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ച്. ആ UDFൻ്റെ ഗവൺമെൻറ്റും LDFൻ്റെ ഗവൺമെൻറ്റും നടപ്പിലാക്കിയ ആരോഗ്യരംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ പൊതുവിതരണ രംഗത്തോ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായും LDF ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ആ ജനങ്ങൾ പറയുന്നത് തെറ്റിദ്ധാരണ എന്ന് മാത്രം പറഞ്ഞ് നിഷേധിക്കണം പാടില്ല എന്നുള്ളതാണ്. ജനങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ CPIയുടെ സംസ്ഥാന കൗൺസിൽ തീരുമാനപ്രകാരം ഈ മാസം ജനുവരി മാസം 15 മുതൽ 31 വരെ ഗൃഹസന്ദർശന പരിപാടി എന്നുള്ളൊരു ക്യാമ്പയിൻ CPIയുടെ പ്രവർത്തകർ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CPIയുടെ ഘടകങ്ങളുള്ള ബ്രാഞ്ചുകളുള്ള എല്ലാ മേഖലകളിലും ആ പ്രദേശങ്ങളിലെ വീടുകളിലും കഴിയാവുന്നത്ര മറ്റു വീടുകളിലും പോയി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളൊരു സമീപനമാണ് CPI സ്വീകരിക്കുന്നത്. ജനങ്ങൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഞങ്ങളുടെ അനുഭവം അതാണ്, ഞങ്ങൾ പരിശോധിച്ചു തുടങ്ങിയതിന് ശേഷം മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ജനമനസ്സുകളിൽ പലയിടത്തും ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഉദാഹരണം, മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് സമാഹരിച്ചിട്ടുള്ള കാശ് വേണ്ടത്ര വിനിയോഗിക്കുന്നില്ല, അത് മാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള പ്രചാരവേല സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അത് വിശ്വസിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ചില മാധ്യമങ്ങളിൽ പോലും, ചാനലുകളിൽ പോലും വന്ന ചർച്ചകളും ആധികാരികമായ സംവാദങ്ങളെ തുടർന്നുണ്ടായ കാര്യങ്ങളും
ജനങ്ങളോട് സൂചിപ്പിച്ചപ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് അവർ പോലും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തെ അത് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ ഒറ്റപ്പെടുത്താനും ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരം ഇളക്കിവിടാനുമുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് എല്ലാ ഘട്ടത്തിലും വ്യക്തമാക്കിയതാണ്. അത് നമ്മുടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ, ഭരണഘടനയെ, ഫെഡറലിസത്തെ തകർക്കുന്ന ഏത് നീക്കത്തിനെയും ഞങ്ങൾ ചെറുത്ത് പരാജയപ്പെടുത്തും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായും സ്ഥാപനങ്ങൾ അഴിമതി മുഖമായ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് LDFൻ്റെ കാഴ്ചപ്പാട്. അധികാര കേന്ദ്രീകരണമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന BJPയുടെ ലക്ഷ്യം. അത് ആയിരുന്നു ഒരു കാലഘട്ടം വരെ കോൺഗ്രസിൻ്റെയും സമീപനം. എന്നാൽ അധികാര വികേന്ദ്രീകരണം എന്നുള്ള കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് അതിനു മുമ്പും വികേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ബഡ്ജറ്റിൽ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയാസൂത്രണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിച്ച് ബഡ്ജറ്റിൽ പോലും നീക്കിവെച്ച് ബന്ധപ്പെട്ട വകുപ്പുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രവർത്തനം പ്രക്രിയ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെല്ലാം നിരാകരിക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. ആ പ്രചാരണങ്ങൾ ഏറെ ഏശിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് പാർട്ടി ചർച്ചയും മുന്നണി ചർച്ചയും തീർച്ചയായും പോരായ്മകൾ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് എങ്ങനെയാണ് മുന്നണി വിലയിരുത്തിയിട്ടുള്ളത്? എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഇപ്പോഴും ഇത്രയും വലിയൊരു പരാജയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശികമായ വിഷയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുക, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല. എന്നിട്ടും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് CPM ഉം CPI ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് ജനങ്ങളുമായി നേരിട്ട് സംവാദം നടത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ പാർട്ടി ഉൾപ്പെടെയുള്ള മുന്നണി ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള യോഗങ്ങൾ ചേരുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടായ അഭിപ്രായങ്ങൾ കൂടി അത്തരം യോഗങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനെ സാധ്യമാകൂ. മുൻ ഗവൺമെൻറ്റുകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടും ജനങ്ങൾക്കൊപ്പമാണ്. അങ്ങനെയാണ് ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത, കുടിശ്ശിക ഇതുപോലുള്ള വിഷയങ്ങളിൽ അവർക്ക് ചെറിയ അസംതൃപ്തികളുണ്ട്. പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികളുടെ വേതനവും അതുപോലുള്ള വിഷയങ്ങളിലും ചില പ്രയാസങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണപരമായ ചില പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി വേഗത കൂട്ടണം എന്നുള്ള അഭിപ്രായം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ പോയാൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു, ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി മിക്കവാറും സർക്കാർ സംവിധാനങ്ങൾ താഴെത്തട്ടിലുള്ള സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷകൾ ഉൾപ്പെടെ ഓൺലൈനിലൂടെ കുറച്ചുകൂടി വേഗത കൂട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ കൂടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഇടപെടലുണ്ടാവേണ്ടതുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടക്കാലത്ത് വിലക്കയറ്റം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ പൊതുവിതരണ സംവിധാനം അത് ചെറിയൊരു പ്രയാസം അനുഭവിച്ചപ്പോൾ അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള സമർത്ഥം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുക, മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്
ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമല്ല, മറിച്ച് SIR പോലുള്ള സംവിധാനങ്ങളിൽ കുറേ വോട്ടുകൾ, ആ വോട്ടുകൾ UDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. ശബരിമല പോലുള്ള വിഷയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് പ്രചാരണങ്ങൾ അത്തരം ആളുകളിൽ സ്വാധീനമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ എങ്ങനെയാണോ UDFും BJPയും ഉദ്ദേശിച്ചത് അതിനെ കുറച്ചുകൂടി സഹായകമാകുന്ന നിലപാടുകൾ കോർപ്പറേറ്റുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും ജനമാധ്യമങ്ങളും ശ്രമിച്ചു എന്നുള്ളത് കൂടി ഇത് വിലയിരുത്തപ്പെടുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരമില്ല, കേരളത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ അഡ്വാൻറ്റേജ് LDFന് കിട്ടേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തി കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു മതത്തിൻ്റെ, ഒരു ജാതിയുടെ, മതത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വെക്കപ്പെടുകയാണോ കേരള രാഷ്ട്രീയവും? കേരളത്തിൻ്റെ ചരിത്രം ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരെയുള്ള പോരാട്ടവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിൻ്റെ പിന്നിൽ ജനങ്ങൾ അണിചേർന്നതും ഒരുപാട് സമര പോരാട്ടങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ കൂടി ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രവും 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളും അതാണ് ഈ കേരളത്തിൽ ഭരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അത് LDF മാത്രമല്ല, UDF ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റിനും സാധ്യമാവില്ല. പക്ഷെ അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഇടതുപക്ഷ വികസന രാഷ്ട്രീയം ആ മനസ്സുള്ള ഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഈ വർഗീയതയുടെയും അതുപോലെ തന്നെ സങ്കുചിതത്വത്തിൻ്റെയും മതത്തിൻ്റെയും പ്രചാരണങ്ങൾ അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ശബരിമല ഒരു ഭാഗം ആളുകൾ ഉയർത്തിക്കാണിച്ചുവെങ്കിൽ SIRൻ്റെ പശ്ചാത്തലത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ആവലാതികളും ആശങ്കകളും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ വികസനമാണ്, പുരോഗതിയാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള നയങ്ങളോടൊപ്പം അതിനാണ് പിന്തുണ നൽകേണ്ടത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ആ ആശയപ്രചരണം മറ്റു രീതിയിലേക്ക് സ്വാധീനിച്ച് വഴിവിടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ വോട്ടിങ്ങിൽ നോക്കിയാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്.